നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കുർത്ത സെറ്റിൻ്റെ ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ. കുറേ ആയിട്ടുണ്ട്, ഏകദേശം ഒരു 6-7 മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട് ഞാൻ കുർത്തയുടെ ഹോൾ വീഡിയോസ് ചെയ്തിട്ട്. അപ്പം ഇതൊക്കെ നല്ല അടിപൊളി കോട്ടൺ കുർത്തകളാണ്, നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കുർത്തകളാണ് കേട്ടോ. അപ്പം സാധാ കുർത്തയുണ്ട്, അതുപോലെ കുർത്ത പാൻറ്റ് സെറ്റുണ്ട്, കുർത്ത പാൻറ്റ് ദുപ്പട്ട സെറ്റുണ്ട്. അപ്പം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഹോൾ വീഡിയോ ആണ്, കണ്ടു നോക്കുക. പിന്നെ ഇപ്പോൾ ആമസോണിലെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ലൈവായിട്ട് പോയോണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 23 മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഭയങ്കര സെയിലാണ്, അതായത് ഏകദേശം 1500-ലധികം ടോപ്പ് ബ്രാൻഡ്സ് ഒരു 50 to 80% വരെ ഡിസ്കൗണ്ടിൽ നല്ലോണം, എന്താ വെച്ചാൽ ഈ ഒരു ഏറ്റവും വലിയ സെയിൽ എന്ന് തന്നെ പറയാം. ഒത്തിരി ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ സെയിൽ കഴിഞ്ഞിട്ട് മുമ്പ് വാങ്ങിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നല്ല ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിനി കുർത്തകൾ ഏതാണെന്നൊക്കെ പോയി നോക്കിയിട്ട് വരാം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന കുർത്തകളൊക്കെ ഒരേ ബ്രാൻഡിന്റെ കുർത്തകളാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് ഓജസ്വിക എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ കുർത്തകളാണ്. ഇപ്രാവശ്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കുർത്ത പാൻറ് സെറ്റാണ് ഈ ഒരു ബ്ലാക്കിൽ വന്നിട്ടുള്ള ഈ സംഭവം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നവരാത്രി സമയത്തൊക്കെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇട്ടിട്ട് പോകാൻ പറ്റിയതാണ്. നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെനിക്ക് എന്തോ ഭയങ്കര നൊസ്റ്റു വരുത്തുന്ന പോലത്തെ ഒരു കുർത്ത കേട്ടോ. ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ, അതായത് എൻ്റെ കല്യാണത്തിനൊക്കെ മുന്നേ എനിക്ക് ഇതേപോലെ ബ്ലാക്ക് ഫ്ലോറൽ പ്രിന്റുള്ള ഒരു കുർത്ത ഉണ്ടായിരുന്നു കേട്ടോ. കുർത്തയല്ല, ഒരു ചുരിദാർ ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ആ ഒരു ഓർമ്മ വന്നു. അപ്പോൾ ഇത് നോക്കുകയാണെന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആണ്, അതുപോലെ നല്ല നമുക്ക് ഇടുമ്പോൾ ഒക്കെ ചൂടെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിന്റെ നെക്ക് വന്നിട്ടുള്ളത് വീനെക്കാണ്. അപ്പോൾ കൈയിന്റെ മുകളിലും അതേപോലെ നെക്കിന്റെ മുകളിലും എംബ്രോയിഡറി വർക്കുകൾ വന്നിട്ടുണ്ട് കേട്ടോ. 3/4 സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. സ്ട്രേറ്റ് കുർത്തയാണ്. അപ്പം നമ്മുടെ ഒരു മുട്ടിന് കീഴ്പ്പെട്ട് വരെ ഇതിനർത്ഥം വന്നിട്ടുണ്ട്. എനിക്ക് നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയായിട്ട് തോന്നി, നല്ല എന്താ പറയാ, ഭയങ്കര രസമായിട്ട് തോന്നി. ഭയങ്കര സോഫ്റ്റ് ആണ്, നമുക്ക് ഇടാനും ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പൊ ഇതിന്റെ പാൻറ് വന്നിട്ടുള്ളതും കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ പാൻറ് വന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സാധാരണ സ്ട്രേറ്റ് പാൻറ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു വള്ളിയൊക്കെ നമ്മൾ ടൈറ്റ് ചെയ്യാനായിട്ടുള്ള വള്ളി സംഭവങ്ങളൊക്കെ ഇതിന് കൂടുതൽ വന്നിട്ടുണ്ട്. നല്ല രസമായിട്ടോ, രണ്ടും കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. ഈ ഒരു രണ്ട് കുർത്തയും പാൻറ്റും ഒക്കെ കാണാനായിട്ട്. അപ്പം ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തെ റേറ്റ് അല്ല ഇപ്പം ഉണ്ടായിരുന്നത്. അപ്പം സെയില് ഉള്ള കാരണം ഇപ്പം റേറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള കുർത്തയാണ്. സെക്കൻഡ് കുർത്തിയും എനിക്ക് നല്ല പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കുർത്ത പാൻറ് സെറ്റാണ്. അതൊന്ന് ഈ ഒരു ഗ്രീനും അതുപോലെ ഈ ഒരു എന്താ അതിന് പറയാം, ബീജ് അല്ലേ, ചന്ദന കളർ എന്നൊക്കെ പറയാം, ആ ഒരു കളറിൽ വന്നിട്ടുള്ള പാൻറ് കേട്ടോ. അപ്പം അതിൻ്റെ കുർത്ത നോക്കുകയാണെന്ന് വെച്ചാൽ നല്ല, നേരത്തെ പറഞ്ഞ പോലെ നല്ല കോട്ടൺ ആണ്, സോഫ്റ്റ് കോട്ടൺ ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ കഴുത്ത് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ്. കഴുത്തിന് മുകളിലേക്ക് ഇങ്ങനെ കുടുക്കുകളാണ് വന്നിട്ടുള്ളത്. പിന്നെ കൈയിന്റെ ഭാഗത്തേക്ക് ലേസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിങ്ങനെ എന്താ പറയുക, കുറച്ചുകൂടെ കട്ടിയുള്ള ഒരു കോട്ടൺ ആട്ടോ. കട്ടി മീൻസ് മറ്റേ നമ്മൾ ആദ്യം കാണിച്ചത് കുറച്ച് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഇത് ഇത്തിരി കൂടെ ലേശം കൂടെ ഇതിന് കട്ടിയുണ്ട്. വേറെ അതിന് കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. കൈയിന്റെ മുകളിലേക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഗ്രീനും പിന്നെ ഈ ഒരു ബീജ് കളറും കൂടിയിട്ട് വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ്. സ്ട്രേറ്റ് കുർത്തയാണ് ഇത് കേട്ടോ. 3/4 സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ കുർത്തയ്ക്ക് ഷോള് വന്നിട്ടില്ല, പാന്റ് ആണ്. പാന്റ് നോക്കുകയാണെന്ന് വെച്ചാൽ ഭയങ്കര ഖാദി കോട്ടൺ ഒക്കെ ഇല്ല, അങ്ങനത്തെ ഒരു തരം തുണിയാണ് ഈ ഒരു പാന്റിന്റെ കേട്ടോ. പാന്റിന്റെ താഴെ ഭാഗത്തേക്കും ഈ ഒരു ലേസിന്റെ സംഭവം വന്നിട്ടുണ്ട്. സ്ട്രേറ്റ് ആയിട്ടുള്ള പാന്റാണ്. മറ്റേ എന്താ പറയുക, പലാസോ പാൻ്റ് അല്ല, ഒരു സാധാ സ്ട്രൈറ്റ് പാൻ്റാണ്. പിന്നെ നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ടുള്ള വെള്ളികളും സംഭവങ്ങളൊക്കെ പാൻറ്റിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല 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 ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ സെറ്റൊക്കെ ആയിട്ട് മേടിക്കുമ്പോൾ പാൻറ് ഒരു തരം ഒരു ഗുണമില്ലാണ്ടിരിക്കും ചിലപ്പോൾ, പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതിന് പാൻറ് പക്ക നല്ല ക്വാളിറ്റി ഉള്ള പാൻറ്റാണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെയും റേറ്റ് എനിക്ക് ഓർമ്മയില്ല, വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തെ റേറ്റ് അല്ല, സെയിൽ വന്നുകൊണ്ട് റേറ്റ് എന്തായാലും ഡിഫറൻസ് വന്നിട്ടുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ അടുത്തതൊരു കുർത്ത പാൻറ് സെറ്റാണ്, ഷോളൊക്കെ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. ഇതൊരു എന്താ പറയാ, ബ്ലൂ ഗ്രീൻ, നിങ്ങൾക്ക് ഏതായിട്ട് തോന്നണം, എനിക്കൊരു ബ്ലൂ ആണ് കേട്ടോ കളർ. അപ്പം കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള. ഇതിന്റെ ടോപ്പ് നോക്കുകയാണെന്ന് വെച്ചാൽ സ്ട്രേറ്റ് കുർത്തയാണ് കേട്ടോ. വി നെക്ക് വന്നിട്ടുള്ള ഒരു സ്ട്രേറ്റ് കുർത്തയാണ്, പ്യുവർ കോട്ടൺ ആണ്. ഈ ഒരു ഡിസൈനാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള എന്താ പറയാ, ഈ ഒരു എനിക്കറിയില്ല ഇതെന്താ പറയാന്ന്, പണ്ടത്തെ ഒക്കെ ഒരു ഫാഷൻ പണ്ട് സാരികളൊക്കെ ഉള്ള പോലത്തെ ഒരു ഡിസൈനാണ്.
കഴുത്ത് വീനക്കാണ്, 3/4 സ്ലീവ്സ് ആണ്, പ്യുവർ കോട്ടൺ ആണ്, സോഫ്റ്റ് കോട്ടൺ ആണ്. മുട്ടിന് എത്രയാണ് ഇതിന് ഇറക്കം വന്നിട്ടുള്ളത്? ഞാൻ എടുത്തിട്ടുള്ള സൈസ് XL ആണ് കേട്ടോ. ഇനി ഇതിന്റെ പാൻറ് നോക്കുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ് ഇരിക്കുന്നത്. സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന ഒരു പാൻറ്റാണ് കേട്ടോ. ഇതിനും നമുക്ക് ഇവിടെ ടൈറ്റ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള പാൻറ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിന്റെ ഷോൾ നോക്കുകയാണെന്ന് വെച്ചാൽ നല്ല വലിപ്പവും വീതിയും നീളവും ഒക്കെയുള്ള നല്ലൊരു ഷാളാണ്. സാധാരണ നമ്മൾ കോട്ടൺ ചുരിദാറിന്റെ സെറ്റൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പോലത്തെ ഒരു കോട്ടൺ ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് ഡെയിലി യൂസിന് ഓഫീസ് വെയറൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അടുത്തത് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് നവരാത്രി സമയത്തൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓറഞ്ച് റെഡ് കളറിൽ വരുന്ന ഒരു അനാർക്കലി കുർത്തയാണ്. അപ്പോൾ ഈ കുർത്ത നോക്കുകയാണെന്ന് വെച്ചാൽ കോട്ടൺ ആണ് വന്നിട്ടുള്ളത്. നല്ല ഫ്ലെയർഡ് ആയിട്ട് ഉള്ള ഒരു കുർത്തയാണ് കേട്ടോ. അപ്പം അതിന് കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ കൈയിൻ്റെ മുകളിലൊക്കെ ഈ ലേസിൻ്റെ സംഭവങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. 3/4 സ്ലീവ് ആണ്. സൈഡിൽ നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ടുള്ള വള്ളി വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവം വന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ താഴേക്കും എന്താ പറയുക, ലേസ് നല്ല ഫ്ലെയർഡ് ആയിട്ടാണ്. അതേപോലെ തന്നെ തീരെ കട്ടിയില്ല, കനയില്ല. നമ്മൾ അനാർക്കലി കുർത്തയൊക്കെ ചില ഭയങ്കര കനയില്ല, ഫ്ലെയർഡ് ആയിട്ട്. ഇത് അങ്ങനെയല്ല, കനം കുറവാണ്, സുഖമാണ് ഇടാനായിട്ട്. പിന്നെ ഈ കളറ് ഈ ഒരു സമയത്തേക്ക് ബെസ്റ്റാണ്, നവരാത്രി സമയത്തേക്ക് ബെസ്റ്റാണ് ഈ ഒരു കളറ്. ഇതിന്റെ റേറ്റ് ഇല്ല, കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള എല്ലാത്തിൻ്റെയും സൈസ് XL ആണ് കേട്ടോ. അപ്പോൾ അടുത്തത് ഒരു കുർത്ത പാൻറ് ദുപ്പട്ട സെറ്റാണ്. നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറിൽ വന്നിട്ടുള്ള സെറ്റാണ് കേട്ടോ. അപ്പം അതിൻ്റെ കുർത്ത നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ബ്ലൂ, ഏകദേശം അതിൻ്റെയൊക്കെ ഒരു സാമ്യമുണ്ട് കേട്ടോ. കുർത്ത നോക്കുകയാണെന്ന് വെച്ചാൽ ഇതേപോലെ പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കുർത്തയാണ്. പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ്. ഭയങ്കര സോഫ്റ്റ് ആണ്. 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ള സ്ട്രേറ്റ് കുർത്തയാണ് കേട്ടോ. നമ്മുടെ മുട്ടിന് അത്ര വരെയാണ് ഇതിന് നീളം വരുന്നത്. ഭയങ്കര സോഫ്റ്റ് ആണ് മെറ്റീരിയൽ. പിന്നെ ഇതിൻ്റെ പാൻറ് നോക്കുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. പാൻറ്റും അതെ സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു പാൻറ് തന്നെയാണ് വന്നിട്ടുള്ളത്. ടൈറ്റ് ആക്കാനുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പാൻറ് ടൈറ്റ് ആക്കാനായിട്ട് നല്ല ക്വാളിറ്റിയുള്ള പാൻറ്റാണ്. നേരത്തെ നമ്മൾ ബ്ലൂ കുർത്തയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഷോൾ നിൽക്കുന്ന പോലെ തന്നെ ഇതും അത്യാവശ്യത്തിന് നീളവും വീതിയും ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു ഷാളാണ് കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം, എങ്ങനെ വേണമെങ്കിൽ ഇടാം. ഷോളും പ്യുവർ കോട്ടണിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ള 5 കുർത്ത സെറ്റുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വെച്ചാൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യാം. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.